1975 ജൂൺ 25-നാണ് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥയിലൂടെ ഇന്ത്യയിലെ ജനങ്ങളുടെ എല്ലാ അവകാശങ്ങളും പൗരാവകാശങ്ങളും കവർന്നെടുക്കുകയും ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും പത്രസ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തുകയുമാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. ഒടുവിൽ ജനകീയ പ്രക്ഷോഭത്തിന് മുമ്പിൽ ഇന്ദിരാഗാന്ധിക്ക് തോറ്റ് കീഴടങ്ങേണ്ടി വന്നു. 1977 മാർച്ചിലാണ് 19 മാസക്കാലത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. 1971-ലാണ് ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും പിന്നീട് പ്രധാനമന്ത്രിയാകുന്നതും. ഈ തെരഞ്ഞെടുപ്പിനെ അന്നത്തെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായണൻ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം അലഹാബാദ് ഹൈക്കോടതിയിലാണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയും ക്രമക്കേടുകൾ നടത്തുകയും ചെയ്തു എന്നുള്ളതായിരുന്നു രാജ്നാരായണൻ ആരോപിച്ച കുറ്റം. 1975 ജൂൺ 12-ന് അലഹാബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് ഇന്ദിരാഗാന്ധി രാജിവെച്ച് പുറത്തു പോവേണ്ടതിന് പകരം ഇന്ദിരാഗാന്ധി ചെയ്തത് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ അന്നത്തെ മലയാളിയായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അദ്ദേഹം അലഹാബാദ് ഹൈക്കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. അത് സാധുവാണെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്വം 6 കൊല്ലത്തേക്ക് ഇല്ലാതാക്കിക്കൊണ്ടുള്ള ആ വിധിക്ക് പകരം അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധിക്ക് പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ പാർലമെൻറ്റിൽ പങ്കെടുക്കാനും കഴിയില്ല, അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗം എന്നുള്ള അധികാരം ഇന്ദിരാഗാന്ധിക്ക് ഇല്ലാതായി എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി രാജിവെക്കാതെ ഇന്ദിരാഗാന്ധി ചെയ്തത് നേരെ പ്രസിഡന്റിനെ കൊണ്ട്, അന്ന് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു പ്രസിഡന്റ്, അദ്ദേഹത്തെ കൊണ്ട് അടിയന്തരാവസ്ഥയിൽ ഒപ്പുവെക്കുകയായിരുന്നു ചെയ്തത്. അടിയന്തരാവസ്ഥയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഒരു കുളിമുറിയിൽ കുളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ കൊണ്ട് ഒപ്പിടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനൊക്കെ കൂട്ടുനിന്നത് അന്നത്തെ ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ ശങ്കറയായിരുന്നു. കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബ്രഹ്മാനന്ദ റെഡ്ഡിക്ക് പോലും എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. ഇന്ദിരാഗാന്ധിയും അവരുടെ മകനും ചേർന്നാണ് ഇന്ത്യയിൽ ഒരു കുടുംബവാഴ്ച അല്ലെങ്കിൽ അക്രമം നടത്തിയെന്ന് നമുക്കറിയാം. ഇന്ദിരാഗാന്ധി 20-ന് പരിപാടി നടത്തി, മകൻ 5-ന് പരിപാടി നടത്തി. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ആളുകളെ നിർബന്ധ വന്ധ്യംകരണത്തിന് വിധേയമാക്കിയത് അടിയന്തരാവസ്ഥയിലാണ്. ഏതാണ്ട് 1.1 കോടി ജനങ്ങളെയാണ് ഇന്ത്യയിൽ വന്ധ്യംകരണത്തിന് ഇരയാക്കിയത്. 1 ലക്ഷത്തിലധികം RSS പ്രവർത്തകരാണ് അവർ ജയിലിലടച്ചത്. അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ ജയിലിലടച്ചു. പൗരാവകാശങ്ങൾ നിഷേധിച്ചു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കാൻ പാടില്ലെന്ന നിയമം കൊണ്ടുവന്നു. അങ്ങനെ എന്തൊക്കെ നിയമങ്ങളാണോ നമ്മുടെ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കാനുണ്ടായിരുന്നത്, ആ നിയമങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. എല്ലാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം രാജ്യത്തെമ്പാടും നടന്നിരുന്നു. അത് ഗുജറാത്തിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും വിദ്യാർത്ഥി പ്രക്ഷോഭം, ആ വിദ്യാർത്ഥി പ്രക്ഷോഭം അത് വിലക്കയറ്റത്തിനും ഒക്കെ എതിരായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നെങ്കിലും അതൊരു ജനകീയ പ്രക്ഷോഭമായിട്ട് മാറുകയായിരുന്നു. ഒടുവിൽ വിദ്യാർത്ഥികൾ ലോക് നായക് ജയപ്രകാശ് നാരായണനോട് സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ലോക് നായക് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള സമ്പൂർണ്ണ ക്രാന്തി, ആ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു സമരമാണ് ഇന്ദിരാഗാന്ധിയെ ശരിക്കും പ്രകോപിപ്പിച്ചത്. അതോടുകൂടി അതേ സമയത്ത് തന്നെ ഇന്ദിരാഗാന്ധിയുടെ മകൻ ഏറ്റവും അധികം മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ് നടത്തിയത്. 100 കണക്കിന് പേരെ അദ്ദേഹം നിർബന്ധ വന്ധ്യംകരണത്തിന് വിധേയമാക്കി. തുർക്ക്മാൻ ഗേറ്റിലൊക്കെ ജനങ്ങൾക്ക് നേരെ ബുൾഡോസറുകൾ നിരത്തി കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു പൊളിച്ചു. അപ്പം നിരവധി പേർ കൊല്ലപ്പെട്ടു. അങ്ങനെ ഈ ലോക ചരിത്രത്തിൽ തന്നെ നമുക്കൊരു സ്റ്റാലിൻ്റെയും അതേപോലെ തന്നെ ഒരുപാട് ഭീകര ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ജനങ്ങൾക്ക് നേരെ അടിച്ചമർത്തൽ നടത്തിയ ഹിറ്റ്ലറുടെയും മുസോളിനിയെ പോലെ അതേപോലെ ഒരു ഭീകരമായ ഒരു ഭരണമായിരുന്നു ഇന്ദിരാഗാന്ധി കാഴ്ചവെച്ചിരുന്നത്. എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും, മൊറാർജി ദേശായിയെയും അഡ്വാനിയെയും വാജ്പേയി പോലുള്ള നേതാക്കന്മാരെയൊക്കെ തന്നെ ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ഇപ്പോൾ പാർലമെൻറ്റൊക്കെ ഒരു നോക്കുകുത്തിയായിട്ട് മാറി. അപ്പോൾ ഇതായിരുന്നു ഇന്ത്യയിൽ സംഭവിച്ചത്. ഇതിനൊക്കെ ജയ പാടാനാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായത്. അപ്പം പ്രധാനമന്ത്രിയുടെ 20-ന് പരിപാടി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട കോൺഗ്രസ്, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി മകൻ്റെ 5-ന് പരിപാടി നടപ്പിലാക്കണമെന്ന് എല്ലാ കോൺഗ്രസ് ഘടകങ്ങളോടും ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്.
അന്നത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ്റെ പേര് ദേവകാന്ത ബറുവ എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞത് DK ബറുവ. അദ്ദേഹം പറഞ്ഞത് ഇന്ദിര എന്നാൽ ഇന്ത്യയാണ്, ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ്. ഇതൊരു കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറഞ്ഞൊരു വാക്കുകളാണ്. അങ്ങനെ ജനാധിപത്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയ ഒരു നടപടിയായിരുന്നു അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയിൽ ഏറ്റവും അധികം ക്രൂരതകളാണ് ജയിലിലൊക്കെ നടത്തിയത്. അത് കേരളത്തിലാണെങ്കിൽ അന്ന് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കരുണാകരനായിരുന്നു. കരുണാകരൻ നിരവധി യുവാക്കളെ എന്തെങ്കിലും സംശയങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിരഭിപ്രായമുള്ള ആളുകളൊക്കെ തന്നെ പിടിച്ചു കൊണ്ടുവന്ന് ക്രൂരമായ മർദ്ദന മുറകൾക്ക് വിധേയമാക്കി. ഉരുട്ടൽ എന്ന് പറയുന്ന നിരവധി പരിപാടികൾ അന്ന് ജയറാം പടിക്കൽ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ നിരവധി പേരെയാണ് ഉരുട്ടിക്കൊന്നത്. അതിൽ തന്നെ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജൻ്റെ മരണമൊക്കെ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ പ്രകടിപ്പിച്ചിരുന്ന ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ കിസ കുർസിക്ക എന്ന് പറയുന്ന സിനിമയുണ്ടായിരുന്നു. ആ സിനിമയുടെ പ്രിൻ്റ് വരെ അടിച്ചു മാറ്റി. അങ്ങനെ അത് നിരോധിച്ചു. അതിൻ്റെ സംവിധായകരെയും നിർമ്മാതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആരൊക്കെ ഇന്ദിരാഗാന്ധിക്കെതിരെ ശബ്ദമുയർന്നോ അവരെയൊക്കെ തന്നെ അടിച്ചമർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലിക്കുകയായിരുന്നു. മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ആദ്യഘട്ടത്തിൽ അവരെ അടിയന്തരാവസ്ഥ എതിർക്കുകയായിരുന്നെങ്കിലും പിന്നീട് അവർ സന്ധി ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിരവധി CPMൻ്റെ നേതാക്കന്മാരെയൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ സമയത്ത് അവരെയൊക്കെ മോചിപ്പിച്ചു. അതേസമയത്ത് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് വലിയ ജനകീയ സമരങ്ങൾ, ജനങ്ങളെ ജാഗരൂകരാക്കാനുള്ള സമരങ്ങളാണ് നടന്നിരുന്നത്. അതിൻ്റെ ആ ഒരു ആഴം ഒരിക്കലും ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഒടുവിൽ അടിയന്തരാവസ്ഥയുടെ അവസാന ഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിക്ക് ഇൻ്റലിജൻസ് വിഭാഗം നൽകിയ അറിയിപ്പ് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ദിരാഗാന്ധി ജയിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു ഇൻ്റലിജൻസിൻ്റെയൊക്കെ അറിയിപ്പിനെ വെച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിന് തയ്യാറായത്. പക്ഷെ എന്തു സംഭവിച്ചു? ആ തെരഞ്ഞെടുപ്പിൽ ജനം പൂർണ്ണമായിട്ടും, അതായത് കേരളം, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളൊഴികെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഇന്ദിരാഗാന്ധിയെ അധികാരത്തിന് താഴെ ഇറക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ജനതാ പാർട്ടിക്ക് ഏതാണ്ട് 370 സീറ്റാണ് കിട്ടിയത്. കോൺഗ്രസ് 200-ൽ താഴെ സീറ്റിലേക്ക് കോൺഗ്രസ് താഴുകയും ചെയ്തു. എല്ലാ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ജനതാ പാർട്ടി തൂത്തുവാരുകയായിരുന്നു. അന്ന് ജനതാ പാർട്ടി എന്ന് പറയുന്നത് സംഘടനാ കോൺഗ്രസ്, ഭാരതീയ ജനസംഘം, ഭാരതീയ ലോക്ദൾ, സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ പാർട്ടികളൊക്കെ തന്നെ ഒരുമിച്ച് ഒരു ഇന്ദിരാഗാന്ധിയുടെ സർവാധിപത്യത്തിനെതിരായിട്ടുണ്ടാക്കിയൊരു പാർട്ടിയായിരുന്നു അത്. അങ്ങനെയാണ് വിവിധ പാർട്ടികളുടെ ഒരു സംഘാതമായ ജനതാ പാർട്ടിയാണ് അന്ന് അധികാരത്തിലേറിയത്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും നമുക്ക് കറുത്ത ഏടുകളായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് ആദ്യമായി ചെയ്തത്. രണ്ടാമത്തത് പൗരാവകാശങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കുകയാണ് ചെയ്തത്. യുവാക്കളെയൊക്കെ തന്നെ ജയിലിലടച്ചു. ആരും പ്രക്ഷോഭം ചെയ്യാൻ പാടില്ല. ഇന്ദിരാഗാന്ധിയുടെ കൈകളിൽ ശരിക്കും കോൺഗ്രസ് പാർട്ടി ഒതുങ്ങുകയായിരുന്നു. അവർ ഇന്ദിരാഗാന്ധിക്ക് ജയ പാടുകയായിരുന്നു ചെയ്തത്. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായിട്ടുള്ള അടിയന്തരാവസ്ഥ. അതിൻ്റെ വാർഷികമാണ് ഈ 2026 ജൂൺ 25.